ഇന്നല്ല പറഞ്ഞേ അമ്മയടുത്തെ ഒരു ലേഡി നമ്മൾ ആ മറ്റേ MT റോഡിൽ പോയപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവർ പരിചയപ്പെട്ടതാണ്. മാമിനെ ഞാൻ സമ്മതിച്ചു, ഈ 50 വയസ്സിലും പുതിയൊരിടത്തേക്ക് പറിച്ച് നടൽ പറ്റിയല്ലോ എന്ന്. അപ്പം പെട്ടെന്ന് ഞാൻ ഒന്ന് അയ്യോ എന്നാക്കി. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും 50 വയസ്സ് എന്നൊക്കെ പറയുമെങ്കിലും വേറൊരാൾ ഒന്ന് മുന്നേ വന്നിട്ട് 50 വയസ്സിൽ ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയ്യോ 50 വയസ്സ് ഞാനങ്ങ് അത്രയും വീക്കാവേണ്ട പ്രായമാണോ എന്നൊരു തോന്നൽ വരും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ശരിക്കും ഉണ്ടല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്തും ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, 50 വയസ്സിൽ ഈ ഇങ്ങനെ പറിച്ച് നട്ടത് ചിലപ്പം അവരുദ്ദേശിച്ചതായിരിക്കും. അവരൊരു തെലുങ്ക് സ്ത്രീയാണ്. അപ്പം അവർ വർഷങ്ങൾക്ക് മുമ്പ് ലവ് മാരേജ് ചെയ്തിട്ട് അവർ കേരളത്തിലോട്ട് വന്ന് കൊച്ചിയിൽ വന്ന് താമസിക്കുക. അവർ നോക്കുമ്പം ഒരു 50s ഒക്കെ ആകുമ്പോൾ സാധാരണ ആളുകൾ സ്വന്തം നാട്ടിലോട്ട് പോകും. അപ്പം അവിടെ നിന്നാണ് ഞാൻ ഈ വേറൊരു നാട്ടിലോട്ട് വരുന്നത്. സ്വന്തം നാട് 10 വർഷത്തിന് മുമ്പേ മാറി. അപ്പോൾ ഞാനത് അവരടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമുക്ക് ജീവിച്ചേ പറ്റൂ എന്നൊരവസ്ഥ മുന്നിൽ വരികയും പിന്നെ താങ്ങാൻ ആരുമില്ല എന്നൊരു എന്താ പറയുക ഒരു സത്യം ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ജീവിച്ചേ പറ്റും പക്ഷെ താങ്ങാൻ ആരുമില്ല. അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധികളാണ്. കാരണം പിന്നെ എന്താണ്, കുടുംബത്തിന് ഇഷ്ടമല്ലാത്ത വിവാഹം, അതും പ്രത്യേക സാഹചര്യത്തിൽ തിരഞ്ഞെടുത്തൊരു വിവാഹം, അതിനകത്ത് മുഴുവൻ അക്ഷരത്തെറ്റുകൾ നിറഞ്ഞൊരു വിവാഹബന്ധം 20 വർഷത്തിന് ശേഷം വിടുന്നു. പിന്നെ സാധാരണഗതിയിൽ പൊന്നിനറിയാലോ, അമ്മയുടെ പോലൊരു യാഥാസ്ഥിതിക അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ ഉള്ളൊരു സ്ഥലത്തെന്ന് വെച്ചാൽ ആരും ഡിവോഴ്സ് കഴിഞ്ഞ് പുറം ലോകം കാണുന്നില്ല, എല്ലാവരും വീട്ടിനകത്തില്ല. അവിടുന്ന് നമ്മളിറങ്ങി ഇങ്ങോട്ട് വന്നു. പിന്നെ അമ്മയ്ക്കൊരു പെർമനൻറ്റ് ജോലിയല്ല, അമ്മ ഫ്രീലാൻസിങ് ആണ്, എപ്പോഴും പാർട്ട് ടൈമാണ്. എവിടെയെങ്കിലും ചെയ്യുന്ന എല്ലാം പാർട്ട് ടൈം ജോലികളാണ്. അതും ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആളുകൾ നോക്കുമ്പോൾ കൗൺസിലിംഗ് ആണ്, കൗൺസിലിംഗ് എന്താ ഉപദേശമാണ്. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കൗൺസിലിംഗ് മനസ്സിലാവും. അത് പഠിക്കുന്നവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെ ജോലിയായിട്ട് മുന്നിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല. നമ്മൾ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസ് പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതിൻ്റേതായ റിസ്കുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കണക്ക് സംഭവബഹുലമായ ജീവിതമായപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, പ്രായമൊന്നും ചിന്തിക്കാതെ മൂണായേ പറ്റും അല്ലേ പിന്നെ. അപ്പം നമ്മളിങ്ങനെ മൂണേ. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 50 വയസ്സിൽ പുതിയ അടുത്ത് വന്നതെന്നല്ല, നീ എന്നെ ആവശ്യമില്ലാതെ എല്ലാ ഫുഡും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. എനിക്ക് ചോറ് തിന്നാൻ നീ അനുവാദം തരുന്നില്ല. എല്ലാ ഷുഗറും കട്ട് ചെയ്യുന്നു. ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് അല്ല, ഇച്ചിരി BP ഉണ്ടെന്നേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് അമ്മയുടെ സ്നേഹമില്ലെന്ന് പറയുന്ന നാട്ടുകാരെല്ലാം കൂടെ